ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അഭി നീ എവിടെയായിരുന്നു? ഇനിയെങ്കിലും സത്യം പറ, ഞങ്ങളിങ്ങനെ ടെൻഷൻ ആക്കണ്ട, ഫോൺ ഓഫ് ചെയ്തിട്ട് നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു പറയുമെന്ന് പറയുമ്പോൾ അഭി നേരെ തിരിച്ചു പറയുന്നുണ്ട്, അതേ ഞാൻ ശ്രീനാഥിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നീ ശ്രീനാഥിനെ അന്വേഷിച്ചാണോ നടന്നത്? അതെ, ശ്രീനാഥിനെ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തി. നിങ്ങൾക്കൊരു സത്യം അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ, എങ്ങനെ നീ കണ്ടെത്തിയത്? ഞാൻ ആദ്യം അയാൾ വയനാടുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ ഒരു സ്ഥലം പോയി അന്വേഷിച്ചു. അവസാനം നമ്മുടെ മലപ്പുറത്തു നിന്നാണ് ശ്രീനാഥിനെ കിട്ടിയതെന്ന് പറയുന്നു. ഓ അത് ശരി, ശ്രീനാഥ് ഇപ്പോൾ നിൻ്റെ കസ്റ്റഡിയിലാണ്? ആ അതെ. എന്തായാലും ഇനി ശ്രീനാഥ് അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ആർക്കും ഒരു ശല്യമാവില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ നീ കണ്ടെത്തിയ ശ്രീനാഥിനെ ഞാൻ ഇന്ന് കാണിച്ചു തന്നാലോ എന്ന രീതി പറയുന്നുണ്ട്. അതെ, അങ്ങനെ കാണിച്ചു തരാനാ വന്നേ. അങ്ങനെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് ശ്രീയെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അബി, നീ ഇത്രയും ജില്ലകളിൽ എന്നെ കണ്ടുവെന്ന് പറയുകയാണെങ്കിൽ ഞാനേ ആ പഴയ സിനിമയിലെ കുമ്പിടിയായിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ ചമ്പുന്നുണ്ട് കേട്ടോ. എൻ്റെ അബി, ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയാവോ? അങ്ങനെ എല്ലാവരും കൂടി അബിയെ കളിയാക്കുന്നു. പിന്നീടാണെങ്കിലോ എല്ലാവരും അവിടെ ഇല്ലാത്ത സമയത്ത് മല്ലികാക്ക പിന്നെയും ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൽ നടക്കുകയാണ്. മല്ലികാക്കയ്ക്ക് ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു, അവിടെ ആരോ ഉണ്ട്, അവരാളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ആ റൂമിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും വരുന്നു. ശ്രീനാഥ് ആണെങ്കിലോ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വെള്ളം വരുന്നത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേനും ജനൽ തുറക്കുന്നുണ്ട്. ജനൽ തുറക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരും കൂടി. പക്ഷേ ശ്രീ എന്ത് ചെയ്തു, ഈ വെള്ളം കളയാൻ വേണ്ടി ജനൽ തുറക്കലും അത് മല്ലികാക്കയുടെ മുഖത്താവുകയും ചെയ്തു കേട്ടോ. പെട്ടെന്ന് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കണം മല്ലികാക്കയും. അതുപോലെ തന്നെ ശ്രീനാഥും പെട്ടെന്ന് അയ്യോ അബദ്ധമായി പോയോ എന്ന് പറഞ്ഞിട്ട് ആ വാതിലങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ മല്ലികാക്ക, ഓ ഞാൻ കണ്ടെത്താനുള്ള ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ കാണിച്ചു തരാം എന്തവിടെ വരാനായിട്ട് പോകുന്നതെന്ന്. നേരെ ധനപാലത്തിനെ വിളിക്കുന്നുണ്ട്. സർ എവിടെയാണ്? എത്രയും പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. സർ വന്നാലാണ് ഇപ്പോൾ തെളിയിക്കാൻ സാധിക്കുള്ളൂ, അത്യാവശ്യമാണ്, പെട്ടെന്ന് വാങ്ങോ സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ സമയം തന്നെ ശ്രീനാഥ് ആണെങ്കിലോ വർഷയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നൊക്കെയാണ് പ്രശ്നം. ശ്രീയേട്ടൻ ഈ സമയത്ത് അങ്ങനെയൊന്നും വിളിക്കില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് വർഷയ്ക്ക് ഉറപ്പുണ്ട്. ശ്രീനാഥനെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്. അത് കേൾക്കുന്ന വർഷ ആകെ ഞെട്ടുന്നു. പിന്നെ ശിവയെ വിളിക്കുന്നുണ്ട്, അതുപോലെ അഞ്ജുവിനെ വിളിക്കുമ്പോഴൊന്നും ആരെ കിട്ടുന്നില്ല, അവരൊക്കെ നല്ല ബിസിയാണ്. പക്ഷേ എന്നാലും അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നു. മല്ലികാക്കയാണെങ്കിലോ ആ റൂമിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് പുറത്ത് തന്നെ. കാരണം അവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇയാളെ ഇവിടുന്ന് മാറ്റുന്ന ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധനപാലനും വരുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് വർഷ വന്നു ഫസ്റ്റ്. വർഷയാണെങ്കിൽ വരുമ്പോൾ എന്താ വർഷ പാപ്പ, ജോലിയെല്ലാം തീർന്നോ? ആ അക്ക, ഇന്ന് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് നേരത്തെ ഇങ്ങ് പോന്നു. അതിനുശേഷം തന്നെ നമ്മുടെ ശിവ വരുന്നു, അഞ്ചു വരുന്നു. അപ്പോഴൊക്കെ അവർ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നു. എല്ലാം കൂടി നല്ല ഗംഭീരമായിരിക്കും ഇപ്പോൾ ഒന്ന് മല്ലികാക്കയ്ക്ക് മനസ്സിലായിട്ടോ. എന്തായാലും സാർ ഇങ്ങോട്ട് വരട്ടെ, എല്ലാവരും വന്നു ചേരട്ടെ. അങ്ങനെ നമ്മുടെ ധനപാലം വരുന്നുണ്ട് കേട്ടോ. ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് വരുന്നത്. മല്ലിക എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. സർ, അന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല തൻ്റെ മകനെ അന്വേഷിച്ചിട്ട്, ആ മകൻ ഇവിടെയുണ്ടെന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമാണ് സർ, ഞാൻ കണ്ടു. സർ അകത്ത് പോയി പരിശോധിക്കണം, അതൊക്കെ മോശമല്ലേ മല്ലിക? സത്യമാണ്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവേകം വരുന്നുണ്ട്. വിവേകിനോട് വർഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതിനുശേഷം എന്താച്ചാ അവിടെയൊക്കെ പോയി പരിശോധിക്കാറുണ്ട്, മോശമല്ലേ? അല്ല, ഇവളിങ്ങനെ ഉറപ്പിച്ച് വരുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയി നോക്കടാ. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി നോക്കുന്നു. ആ സമയത്ത് എന്താ അങ്കിളെ, ആ മക്കളെ ഇവിടുത്തെ സ്വിച്ച് ബോർഡിനൊക്കെ നല്ല കംപ്ലൈൻ്റ് ആണെന്ന് മല്ലികാക്ക പറഞ്ഞു. ഏത് റൂമിൻ്റെ? അത് അന്വേഷിക്കാൻ വന്നത്. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല റൂമിലും തിരയുന്നു. അവസാനം മല്ലികാക്ക ആ വെള്ളം ഒഴിച്ച റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊക്കെ തിരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്താക്ക അടിയിലാണോ നോക്കുന്നത്, കട്ടിലിൻ്റെ അവിടെയാണോ പ്രശ്നം? അതൊന്നല്ല, ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയതാ. അങ്ങനെ എല്ലാ റൂമിലും നോക്കുന്ന സമയത്ത് തന്നെ ബാത്റൂമിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അബി എന്തായാലും അവിടെ ഇല്ലല്ലോ. അങ്ങനെ അബിയാണ് കുളിക്കുന്നതെന്ന് പറയട്ടോ ധനപാലത്തിനോട്. എന്താ അങ്കിളെ ചോദിക്കുമ്പോൾ, അല്ല മോളെ കുളിച്ചോ, ഞാൻ വെറുതെ സ്വിച്ച് ബോർഡ് അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്നു. പിന്നീടും വിവേകിനോട് പറയും നമുക്ക് പോകാം, ഈ നാണക്കേടായിപ്പോയെന്ന് ധനപാലം പറയുക കേട്ടോ. ഇവള് വലിയ കാരണം ഇങ്ങനെയൊക്കെയാണ്, എന്തായാലും ഇവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. നാണക്കേടായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്താണ് അബിയുടെ വരവ്. അബി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നു. ഇവിടെ എല്ലാവരും കൂടി ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിളുടെ മുഖത്ത് എന്താ ഇത്ര ഗൗരവം? ആൻറ്റി ആയിട്ട് പിണങ്ങിയോ? എന്താ അങ്കിളെ ഇങ്ങനെ?
എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. അയ്യോ പിന്നീടാണ് ഓർക്കുന്നത്, ശ്രീനാഥിനെ പൊക്കിയോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആകെ പ്രശ്നമല്ല. അപ്പോൾ അകത്ത് കുളിക്കുന്നത് ആരാണ്, അഭിയല്ലേ ഈ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെല്ലണ സമയത്ത് ശ്രീ ആണെങ്കിലും മുഖമൊക്കെ തുടച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് ധനം ഞെട്ടുന്നു, ബാക്കി എല്ലാവരും ഞെട്ടുന്നു. ഇനി ഇതിലൊന്നും പറയാൻ ഇവർക്ക് സാധിക്കില്ല. എല്ലാവരും കൂടി ധനപാലത്തിനെയും അതുപോലെ വസന്തയെയും ചതിച്ച പോലെയായി. എല്ലാവർക്കും കൂടി ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.